ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 144-ന്റെ 2 യൂണിറ്റ്സ് ആണ്, യൂണിറ്റ് 9 ആൻഡ് യൂണിറ്റ് 10. അപ്പോൾ അതിൽ ആദ്യത്തായിട്ട് നമുക്ക് തോന്നുന്നത് പരിതസ്ഥിതി, എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ പരിതസ്ഥിതിയാണ്. നമ്മൾ താമസിക്കുന്ന പരിതസ്ഥിതിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അത് എന്തുകൊണ്ട് വന്നു, അത് എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് സൗത്ത് ഏഷ്യയിൽ പല കൺട്രികൾ ഇന്നലെ ഞാൻ പരാമർശിച്ചു, പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഓരോ കൺട്രീനെ പറ്റിയും, അഫ്ഗാനിസ്ഥാനിലുള്ള ഇത് എന്തായിരുന്നു, ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, ഈ എൻവയറമെന്റും ഡെവലപ്മെന്റും ആണ് നമ്മൾ ഇന്ന് പരാമർശിച്ച് പോകാൻ പോകുന്നത്. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുകയും വേണം, കാരണം എല്ലാ മാറ്റേഴ്സും ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല. വളരെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. ഒരു അബ്രപ്റ്റ് ആയിട്ട് ഒരു മെയിൻ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇവിടെ ഇന്ന് പരാമർശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സർക്കംസ്റ്റൻസിൽ ഓരോ ക്യാരക്ടറിസ്റ്റിക് കണ്ടീഷൻസ് ഉണ്ട്. ബയോളജിക്കൽ സിസ്റ്റംസ് നമ്മളുടെ ചുറ്റും നേച്ചറായിട്ട് തന്ന ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൽ ആ എൻവയറമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പരിതസ്ഥിതി. ആ പരിതസ്ഥിതി നമ്മൾ എങ്ങനെ പരിരക്ഷിക്കണം, എങ്ങനെ പരിതസ്ഥിതി നമ്മളിൽ നിന്ന് വ്യത്യാസം വരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ഡെവലപ്മെന്റും പരിതസ്ഥിതിയും ഇത് രണ്ടും കൂടെ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ലെസൺ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പുരോഗതി, പരിതസ്ഥിതിയും പുരോഗതിയും. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്തൊക്കെ പരിതസ്ഥിതികൾ ഉണ്ടായിരിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുക പോവുക. അതിൽ പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരണം. അപ്പോൾ മാത്രമേ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എൻവയറമെന്റ് ആ കൺട്രിക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക്. ഇതൊരു സൈക്കിള് മാതിരി വരികയാണ്. കാരണം ഓരോ ഡെവലപ്മെന്റും അതിൻ്റെ എൻവയറമെന്റിന്റെ ഒരു ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ആകുമ്പോൾ, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുതലാവുമ്പോൾ, അവർക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് താമസ സൗകര്യരിച്ച് നമ്മൾ ആ ഡെവലപ്മെന്റ് സിറ്റിയിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ഇങ്ങനെ വലുതായി വരുമ്പോൾ, അല്ലെങ്കിൽ പുരോഗമിച്ച് വരുമ്പോൾ, നമ്മൾ കാടിലുള്ള അല്ലെങ്കിൽ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. എക്കോളജിക്കൽ കണ്ടീഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പുരോഗതിക്ക് ഒരു എൻവയറമെന്റിൽ പ്രത്യേകമായിട്ട് ഒരു ഡിഫക്റ്റ് വരുന്നുണ്ട്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രശംസ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം വന്നിട്ട് ആൾക്കാരുടെ ഗ്രോത്ത്, അവരുടെ സിറ്റിയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ ഇൻഫർമേഷൻസ് വന്നിട്ട് അതിന്റെ കോഴ്സിൽ കോഴ്സ് ഓഫ് ടൈം എന്ന് പറയാം, സൈക്കിളായിട്ട് വരുന്നു. എല്ലാ കാര്യങ്ങളും സൈക്കിളായിട്ട് വരുന്നു. ഭൂമിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ, എൻവയറമെന്റ് പരിതസ്ഥിതി നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ, പരിതസ്ഥിതിയിൽ നിന്ന് വരുന്ന ആ നഷ്ടം കാരണം നമുക്ക് തന്നെ അതിന്റെ പരിണാമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മളിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഇഷ്യൂ, ഇൻഡസ്ട്രിയലൈസേഷനും ഡെവലപ്മെന്റും ആ പുരോഗതിയിൽ വന്നതാണ് പ്ലാസ്റ്റിക് വന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ പരിണാമമായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണ്. അതിന് എല്ലാത്തിനും മെറിറ്റ് ഉണ്ട്, എല്ലാത്തിനും നല്ല കാര്യമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പോൾ ആ ചീത്ത വശം നമ്മളുടെ നല്ല വശത്തിനെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതശൈലിയെ അഫക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ബോധവാന്മാരാകുന്നത്. ഇനി ബേസിക് ടെർമിനോളജി എന്താന്ന് വെച്ചാല്, ടെർമിനോളജി വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ്. ടെർമിനോളജിയിൽ പറയുന്നത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പരിസ്ഥിതി ഫാക്ടേഴ്സ്, ഏതൊക്കെ കാര്യത്തിലാണ് ഇങ്ങനെ ഡെവലപ്മെന്റുമായിട്ട് ഇത് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് വഴി പോകുന്നു, ഏതുകൊണ്ട് കോർപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും, നമ്മൾക്ക് എങ്ങനെ ഇതിനെ ഒതുക്കാൻ പറ്റും. ഏറ്റവും വലിയ ഓർഗാനിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. മനുഷ്യരാശി ഡേ ബൈ ഡേ വലുതായി വരികയും കൂടുതലാവുകയും, അങ്ങനെ കൂടുതലാകുമ്പോൾ അവരുടെ ജീവിതചര്യക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് മനുഷ്യന്റെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒന്നാണെങ്കിൽ കൂടെയും അത് നമ്മളുടെ പരിസ്ഥിതിയെ
ഡാമേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ നഷ്ടമാണ് റിവേഴ്സില് ആ മനുഷ്യന് തന്നെ അത് ഉപദ്രവമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഡെവലപ്മെന്റിന്റെ ടെർമിനോളജിയിൽ നോക്കുമ്പോൾ എന്താ നമുക്ക് പറയേണ്ടത്? 50% ഈ യുഗങ്ങളിൽ കൂടെ 50%ത്തിലും സെന്റിമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കാരണം? സെപ്പറേഷൻ എന്താണ്? ഇതിന്റെ കാര്യങ്ങൾ എന്താണ്? ഈ വ്യൂസ് എന്തുകൊണ്ടാണ് ഇത് ഈ 1980 വരെ ഇങ്ങനെ നമ്മൾക്ക് കാര്യമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നില്ല. പിന്നെ കൂടുതലായിട്ട് എൻവയറമെന്റൽ പ്രോബ്ലംസ് ഡെവലപ്മെന്റ് കൊണ്ടാണ് ഈ അല്ലെങ്കിൽ പരിസ്ഥിതി മോശമാകുന്ന മൾട്ടി ഡയമെൻഷണൽ ഐഡിയ മനസ്സിലാക്കി വന്നപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി സോഷ്യലായിട്ടും ഇക്കോളജിക്കലും പൊളിറ്റിക്കലും എല്ലാ വിധത്തിലും ഈ ഡയമെൻഷൻസ് മൾട്ടി ഡയമെൻഷൻസ് കൂടി ആലോചിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും നമ്മൾ തയ്യാറായത്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത് തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തി പോവുക, അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്താണ് ഇത്ര വലിയ റിലേഷൻഷിപ്പ് ഉള്ളത്? ഈ റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓരോ പരിസ്ഥിതിയും നമ്മൾ നശിപ്പിക്കുമ്പോൾ അത് നമ്മൾ എന്തിനു വേണ്ടി നശിപ്പിക്കുന്നു? നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി നമ്മൾ നശിപ്പിക്കുന്നു. പക്ഷെ ആ പുരോഗതി തന്നെയാണ് അവസാനം കൂടുതലാവുമ്പോൾ, ഏത് കാര്യമായാലും ശരി, കൂടുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് ആ ഫോക്കൽ പോയിന്റിൽ വരുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഈ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിരിക്കണം. പരിസ്ഥിതിയെ നശിപ്പിക്കാണ്ട് വേണം നമ്മളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ സൗത്ത് ഏഷ്യയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്നത്തെ ടോപ്പിക്കില്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും, നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല വിധത്തില്, ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്പർ, എത്രത്തോളം 17% ഇന്ത്യയിലെ പോപ്പുലേഷൻ, വേൾഡില് 17% ഇവിടെ ഉള്ളപ്പോൾ 2.4% ലാൻഡ് ഉള്ളത് അല്ലെങ്കിൽ കരയുള്ളത്. ആ കരയിൽ നിന്ന് 45% കൾട്ടിവേബിൾ ലാൻഡ് ഉള്ളത്. ആ കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. ആ കൃഷി ചെയ്യാൻ പറ്റുന്നതിൽ തന്നെയും എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ വളരെ ഡ്രൈ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ വെള്ളം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അത് 45% നമുക്ക് കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള കരയല്ല. അതുകൊണ്ട് ഗ്രീൻ റെവല്യൂഷൻ 1960-ലും 70-ലും ഗ്രീൻ റെവല്യൂഷൻ വന്നു. എത്രത്തോളം നമുക്ക് പരിസ്ഥിതി മാറ്റി നമ്മൾക്ക് കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ നടത്താൻ പറ്റുന്നുള്ള ആ റെവല്യൂഷനാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ പോപ്പുലേഷൻ, ഡെവലപ്പിംഗ് കൺട്രികളിലുള്ള പോപ്പുലേഷനും അതിൻ്റെ ഒപ്പം തന്നെ മോഡേൺ ലൈഫ് സ്റ്റൈലും മോഡേൺ ക്രൂഡ് ആയിട്ടുള്ള മെറ്റീരിയലും വാട്ടർ സിസ്റ്റം അല്ലെങ്കിൽ വെള്ളം, കൃഷിക്ക് വെള്ളം ആവശ്യമാണ്, എക്സ്ട്രീം ആയിട്ടുള്ള ഉപയോഗം, വെള്ളത്തിനെ കൊണ്ടുള്ള കൂടുതൽ ഉപയോഗം, അതേമാതിരി തന്നെ ഈ വെള്ളത്തിലേക്ക് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ മെഷീനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വന്ന്, അതായത് 18th സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് അല്ലെങ്കിൽ അതൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെള്ളത്തിലാവുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. ആ ക്വാളിറ്റി എല്ലാം അടിഞ്ഞുകൂടുകയും ആ അടിഞ്ഞുകൂടിയിട്ടുള്ളത് കാരണം ബ്ലോക്ക് വരികയും, ഇതേ കാരണത്തിന് താല്പര്യം കാരണം തന്നെ നമ്മളുടെ കൃഷി സ്ഥലങ്ങൾ, കൃഷി മാസമല്ല, വെള്ളത്തിൽ വീഴുമ്പോൾ മറൈൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മറൈൻ ധർമ്മം അല്ലെങ്കിൽ മീനുകളും അതേമാതിരി ബാക്കിയുള്ള മറൈൻ ഓർഗൻസും ഒക്കെ ഡിസ്ട്രോയ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പരിണാമം നമ്മൾ എത്രത്തോളം പരിസ്ഥിതിയെ ഉപദ്രവിക്കുന്നു, നമ്മളുടെ പ്രോഗ്രസ് കാരണം, നമ്മളുടെ ഡെവലപ്മെന്റ് കാരണം നമ്മൾ എത്രത്തോളം അതിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൗത്ത് ഏഷ്യ വളരെ റിച്ച് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു പണ്ട് കാലത്തെങ്കിൽ. പക്ഷെ ഇപ്പോൾ ആ പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ വന്നിട്ടും അതിന്റെ പരിണാമമായിട്ട് അർബനൈസേഷൻ വരുന്നു, സിറ്റികളും ഡെവലപ്മെന്റ് വരുന്നു. അപ്പോൾ അവിടെ വെള്ളം കൂടുതലാവുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഒരു കൺട്രിയുടെ പരിസ്ഥിതിയെ ഡാമേജ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഗ്രോത്ത് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ഗവൺമെന്റ് ആലോചിക്കണം.
ഇനി വാട്ടർ ഷെയറിംഗ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഉണ്ടായിരുന്നത്. അതിലെ പരസ്പരം ഏതൊക്കെ കൺട്രികൾ തമ്മിലാണ് ഷെയറിംഗ്, വെള്ളം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ ഇവരാണ് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെയും ഇതിന്റെ പരിണാമമായിട്ട് ഗ്രൗണ്ട് വാട്ടർ പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും ബിൽഡിങ്സ് കൂടും, കമ്പനീസ് കൂടും, കൺസ്ട്രക്ഷൻസ് കൂടും, ഫ്ലാറ്റ്സ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളം എങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ആവുന്നത്? മഴ പെയ്യുമ്പോൾ ആ മഴ വെള്ളം സെപ്പേജ് വഴി താഴെ പോയി ഭൂമിക്കടിയിൽ നിൽക്കുന്നു. ആ ഗ്രൗണ്ട് വാട്ടർ ആണ് നമ്മൾ സ്ട്രീമായിട്ടും അല്ലെങ്കിൽ വെല്ലായിട്ടും പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ അതിൽ കൂടെ തന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ കുറവ് വന്നു. മഴയില്ല, മരമില്ല, മഴയില്ല. അങ്ങനെ വരുമ്പോൾ ഗ്രൗണ്ട് വാട്ടറും അസംഷൻ കുറയും. നമ്മള് ഈ കുഴൽ കിണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുഴൽ കിണർ ചെറിയ റിങ് ഇറക്കിയിട്ട് വളരെ ഡീപ്പിൽ പോവുക കുഴൽ കിണർ. അപ്പൊ അത്ര ഭൂമിയുടെ അടി വരെ പോകുന്ന വെള്ളത്തിന് വേണ്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് ആ പോപ്പുലേഷൻ കൊണ്ട് കൂടുതൽ ആവുന്നു. പിന്നെ ഡെസേർട്ട് മാതിരിയുള്ള ആരിഡ് ഏരിയയിലും വെള്ളം കുറവാകും, മഴ കുറവാണ്. നാച്ചുറലായിട്ട് മനുഷ്യന്മാര് ഡിസ്റ്റർബൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. ഇനി ക്രോസ് ലൈൻ ബേസ്മെന്റ് വഴിയും റെഗുലേഷൻ ഇല്ലാത്ത വിധത്തിലുള്ള സ്യൂവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ മാലിന്യമുള്ള വെള്ളം എന്നാണ് അർത്ഥം. അതും ഈ ഇങ്ങനത്തെ കൂടെ വരുന്ന ഹോർട്ടിക്കൾച്ചർ സാധനങ്ങള്, കോമ്പോസ്റ്റ്, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ വെള്ളത്തിൽ വന്ന് വരുമ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ചീത്തയാവും. ആ ക്വാളിറ്റി മോശമായ വെള്ളം കുടിച്ച മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി, മത്സ്യമായാലും ശരി, അത് മരണപ്പെട്ടു പോകും. അപ്പോ ക്വാളിറ്റി വെള്ളം ഉണ്ടായാൽ പോരാ, പക്ഷെ അത് നല്ല വെള്ളമായിരിക്കണം, ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം, അല്ലാണ്ട് വെള്ളമായിരിക്കാൻ പാടില്ല. ഇനി ഈ ഷെയറിംഗ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇങ്ങനത്തെ പല രാജ്യങ്ങൾ തമ്മിലുള്ള കണ്ടീഷൻസ്, ഇന്നർ കണ്ടീഷൻസ് ഉണ്ട്, ആ മെഷർമെന്റ്സ് ഉണ്ട്. നമ്മള് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇഷ്യൂ ഉണ്ടല്ലോ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. കാവേരി വാട്ടറിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോ ഈ പല കൺട്രികളും, ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല, ബ്രഹ്മപുത്ര ബർമേന്റെ അവിടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ അല്ലെങ്കിൽ എല്ലാ കൺട്രികളും, പാകിസ്ഥാൻ ഇന്ത്യക്ക് ശേഷം, ഇന്ത്യ ഫ്രീഡം കിട്ടിയതിന് ശേഷം ഉണ്ടായ കൺട്രിയാണ്. അപ്പൊ ലിമിറ്റ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഉപദ്രവിക്കാണ്ട് ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷനും സഫർ ചെയ്യും, പൊല്യൂഷനും കൂടുതലാവും. അപ്പോൾ സൗത്ത് ഏഷ്യയിലും ഇതേമാതിരി നെയ്ബേഴ്സ് സഫർ ഉണ്ട്. അത് രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ഇതൊക്കെ ഈ ഓരോ ഏരിയയിൽ ഇവിടുത്തെ സൗത്ത് ഏഷ്യയിൽ വരുന്ന വാട്ടർ വേ ബൗൾസ് ആണ്. വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ബൗൾസ് ആണ്, വാട്ടറിന്റെ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങൾ. ഇതിന്റെ കാരണങ്ങൾ എന്തിനാന്ന് വെച്ചാൽ എന്തൊക്കെ ആക്ടിവിറ്റി? അഗ്രികൾച്ചറൽ ഇന്റൻസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അർബനൈസേഷൻ, ബാക്കിയുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ ബോംബെയിലും കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം, ആ ഓരോ നദീതീര, ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയാ, താജ്മഹലിന്റെ കളർ തന്നെ മാറിപ്പോയി ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം. അടുത്ത് വരുന്ന ഈ ഫാക്ടറി, എന്താ പറയുക, ലെതർ ഫാക്ടറി നിന്നുള്ള കളർ വന്നിട്ട് വെള്ള മാർബിൾ തന്നെ, ആ വെള്ള മാർബിൾ ഇപ്പൊ ഒരു സമയത്ത് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഈ പൊല്യൂഷൻ വരാണ്. ഇനി അതർ ഫാക്ടേഴ്സ്, എൻവയറമെന്റൽ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ ഈ ലെവലിലേക്ക് ഡിഗ്രേഡ് ചെയ്ത് മോശമാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ? പോപ്പുലേഷൻ, അതേമാതിരി അൺസസ്റ്റൈനബിൾ ലാൻഡ് യൂസ്, ഒരു ചിട്ടയില്ലാണ്ടുള്ള ഉപയോഗം, ഗ്രീൻ ഹൗസിന്റെ ഗ്യാസ് വരുന്നു, നാച്ചുറൽ റിസോഴ്സസ് എടുത്തെടുത്ത് അതിന് അത് തീരാറായിട്ടുണ്ട്, കൂടുതലായിട്ടതും അൺസസ്റ്റൈനബിൾ എനർജി കൺസംഷൻ. പിന്നെ വെള്ളം, വായു,
നോയ്സ്, പൊല്യൂഷൻ, എല്ലാ വിധത്തിലുള്ള പൊല്യൂഷൻ. അതിനാണ് ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പൊല്യൂഷൻ കാരണം, എയർ വഴി വന്ന പൊല്യൂഷൻ കാരണമാണ് നമ്മളുടെ താജ്മഹലിന്റെ മേലെ വഴി വലിയൊരു കവറേജ് ഇട്ടിരുന്നു. ഈ ലെതർ ഫാക്ടറിയിൽ നിന്ന് വന്ന കറുത്ത രാശി വന്നിട്ട് ആ വെള്ള മാർബിളിനെ കവർ ചെയ്ത് കളർ മാറാൻ തുടങ്ങി. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡീഫോറസ്റ്റൈസേഷൻ, കാടുകളൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ നമുക്ക് മരങ്ങളില്ലാണ്ടിരിക്കുമ്പോൾ മഴ വരില്ല, മഴ വരാണ്ടിരിക്കുമ്പോൾ വെള്ളം കുറയും. അപ്പൊ ഈ ഡിസ്റ്റർബൻസ്, എക്കോസിസ്റ്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു പോകുന്നു. എക്സ്ട്രീം ആയിട്ട് ക്ലൈമാറ്റിക് ഇവന്റ്സ് വരുന്നത് കൊണ്ടാണ് ഈ എൻവയറമെന്റൽ സ്ട്രെസ്സും ഡീഗ്രഡേഷനും വന്നതിന്റെ കാരണം. ഇനി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ വേർഡ് ഉപയോഗിക്കുക, എക്സ്പ്ലോഷൻ. ഇവിടെ സൗത്ത് ഏഷ്യയിലെ 1.3 ബില്യൺ പീപ്പിൾ ആയിരുന്ന സമയത്ത് ഇന്ത്യ മാത്രം തന്നെ ബില്യൺ ഓക്യുപ്പൻസ് ഉണ്ടായിരുന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ, പാകിസ്ഥാനിലെ 152 ബംഗ്ലാദേശിലെ 127 മില്യൺ ആണ് ഓരോ കൺട്രിയിൽ. അപ്പൊ ഈ ആൾക്കാരുടെ ജനസംഖ്യ കൂടി വരുമ്പോൾ ആവശ്യങ്ങളും കൂടി വരുന്നു. അതനുസരിച്ച് പരിസ്ഥിതി മോശമായിട്ട് വരും. ഇപ്പോഴത്തെ കറന്റ് ഇഷ്യൂസ് എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, ഗ്രോണപ്പ് ഏജ് സെക്ഷനിൽ നോക്കുമ്പോൾ പബ്ലിക് ഗവൺമെന്റ് പ്രോഗ്രാംസ്, അതായത് അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോണപ്പ് സെക്ഷൻ എടുക്കേണ്ടതും. കറന്റ് ഇഷ്യൂസ് ഇപ്പൊ നോക്കുന്നത് ജോലിയില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ല, പഠിത്തവർക്ക് ജോലിയില്ല, ഫുഡ് കിട്ടാൻ വഴിയില്ല, എഡ്യൂക്കേഷന് വഴിയില്ല, ക്വാളിറ്റി ലൈഫ് ഇല്ല. ഇതൊക്കെ വന്നിട്ട് കറന്റ് ഇഷ്യൂസ് ആയിട്ട് കൊണ്ടുവരാം. അതിന്റെ മുഖ്യ കാരണം ജനസംഖ്യയുടെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പോൾ അത് മാത്രമല്ല, വർക്കിംഗ് ഗ്രൂപ്പും കൂടുതലായി വരുമ്പോഴാണ് ഒരാൾ ജോലി എടുക്കേണ്ട സ്ഥലത്ത് 10 ആൾക്കാരുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ അൺഎംപ്ലോയ്മെന്റ് വരാനുള്ള കാരണം ഈ ജനസംഖ്യയുടെ കൂടുതലാണ്. യൂട്ടിലൈസേഷൻ, നമ്മൾ എങ്ങനെയാണ് അതിന് ഉപയോഗിക്കുന്നത്, ഈ ഉള്ള ആൾക്കാരെ നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യൂട്ടിലൈസേഷൻ വഴി നമ്മൾ പറയുന്നത്. മര്യാദയ്ക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഏജ് ഗ്രൂപ്പിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ച് മാത്രമായി നമ്മൾ നമ്മുടെ കൺട്രീനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ മുന്നേറ്റ് കൊണ്ടുവരാനായിട്ടും ഷോർട്ടേജ് ഇല്ലാണ്ട് കൊണ്ടുവരാനും ടെക്നോളജി വൈസ് ആയിട്ടും ഇതൊക്കെ നമ്മൾ വളരെ വളരെ സ്ലോ ആയിട്ട് പോകുന്നത് കൊണ്ടും നമുക്ക് ഇതിനെ ഒരു ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പുരോഗതിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേഷൻ, പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എന്ത് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പോപ്പുലേഷൻ 30-32 ബില്യൺ ആണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് നോക്കേണ്ടത് എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് ഇതിനെ, അതായത് ധനം, ഒരു ബിസിനസ് തുടങ്ങുന്നത് നമുക്ക് ധനം വേണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അതിന് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയെ മോശമാക്കാണ്ട് ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയാസ് കൊണ്ടുവരിക, ഇന്നോവേഷൻ. ഇതില് ആ പരമ്പരയിൽ നോക്കുമ്പോൾ ഭൂട്ടാൻ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്യൂസും അവരുടെ റിസോഴ്സിനെ അവര് വളരെ ധാർമ്മികമായിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് അവരുടെ ഹോൾഡിങ് ക്യാപിറ്റലും അവരുടെ മൂലധനവും അവരുടെ ഐഡിയാസും വളരെ സേഫ് ആയിട്ടുണ്ട്. ഇന്ത്യ വളരെ കാര്യമായിട്ട് ഇതിന് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യ ഇതിന് ഒരു എഫേർട്ട് എടുത്തു, അല്ലെങ്കിൽ ഒരു പരിപാടി ഇതുണ്ടാക്കി. ഫാമിലി അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയാം. 1951 അത് തുടങ്ങിയപ്പോൾ അതായത് കൂടുതലായിട്ട് ജനസംഖ്യ വളരാണ്ടിരിക്കാനുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫാമിലി അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് എന്നൊക്കെ പറയാം. അത് 1951 ഇന്ത്യ തുടങ്ങിയതോടുകൂടി പിന്നാലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതെല്ലാം അവരും ഇതേ പോളിസികള് അഡോപ്റ്റ് ചെയ്ത് അവരുടെ രാജ്യത്തിലേക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പുരോഗതി കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇനി റിസോഴ്സ്, നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഏത് വിധത്തിൽ എൻവയറമെന്റൽ, പരിസ്ഥിതിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച വിധം, പരിസ്ഥിതിനെ നശിപ്പിക്കാത്ത വിധം എത്രത്തോളം കൊണ്ടുപോകാം,
അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിലും ഡീഫോറസ്റ്റൈസേഷൻ എന്ന് പറയുന്നത് വെച്ചാല് കാട് വെട്ടി തെളിക്കാണ്ടിരിക്കുക. അതിന് ഏറ്റവും ബംഗ്ലാദേശാണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയാ. അത്രയും കാര്യമായിട്ട് അവര് നശിപ്പിച്ചിട്ടില്ല കാടുകളിനെ. അതേമാതിരി തന്നെ ഈ നമ്മളുടെ അഗ്രികൾച്ചറിലെ ഇതിനെയും കുറച്ച് റെഗുലർ ആയിട്ട് അവർ ഹാബിറ്റേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സ്പോട്ട്ലൈറ്റ് വരുന്നത് നമ്മൾ അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് നഗരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലാണ് നമ്മൾ പരിതസ്ഥിതിയെ ഉപദ്രവിച്ചുകൊണ്ടേ നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വാട്ടർ ഷോർട്ടേജ്, എയർ വാട്ടർ, ഇത് രണ്ടും കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മാലിന്യമാകുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ പരിണാമം? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസ്, കൂടാണ്ട് വെള്ളം വഴി വരുന്ന അസുഖങ്ങൾ, വെള്ളത്തിൽ കൂടെ പടരുന്ന അസുഖങ്ങൾ. ഈ ഷോർട്ടേജ് നല്ല വിധത്തിലുള്ള നല്ല ശുദ്ധവെള്ളം കുടിക്കാനില്ലാണ്ട് വരുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. 1.1 ബില്യൺ ഇൻഡിവിജ്വൽസ് ആണ് സൗത്ത് ഏഷ്യയിലുള്ളത്. അപ്പോൾ ആ ഡേഞ്ചറിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മൾ കെയർലെസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ ഇതിന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശിലെ ഈ കാര്യങ്ങൾ ഒന്ന് ഒരു സുഖമായ വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്? ഇത് എങ്ങനെ കണ്ടുപിടിച്ചു നമ്മള്? അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിലും എത്രത്തോളം വെള്ളം എന്തുകൊണ്ട് ഇങ്ങനെ യൂസിനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു എന്താ പറയാ, റിസർച്ച് ചെയ്തു എന്ന് പറയാം. ആ റിസർച്ച് ചെയ്തതിന്റെ റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ വാട്ടർ ഈ ഏരിയയിൽ 90% ഹോർട്ടിക്കൾച്ചറിനും 4% നമ്മളുടെ പരിതസ്ഥിതികളിൽ, നമ്മുടെ വീട്ടിലുള്ള ഹോം ഗ്രോൺ യൂസ്, അതായത് വീട്ടിൽ ചെയ്യുന്ന കൃഷികൾക്ക്, 6% ബിസിനസ്. അപ്പൊ ടോട്ടൽ വെള്ളത്തിന്റെ ഉപയോഗത്തിന് 90, 4, 6, 100ആയി. അപ്പൊ ഈ ടെൻഷൻ വാട്ടർ റിസോഴ്സസിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്? അസെന്റ് പോപ്പുലേഷൻ കൂടുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയാ വന്നത്? പോപ്പുലേഷൻ കൂടുന്നു, അസെന്റ് ഇൻ പോപ്പുലേഷൻ. അതേമാതിരി പോപ്പുലേഷൻ കൂടുമ്പോൾ വെള്ളം ഉപയോഗിക്കും. അതേമാതിരി കൂടുതലായിട്ട് ഉപയോഗിക്കുക, എക്സസ് ആയിട്ട് യൂട്ടിലൈസേഷൻ, കൂടുതൽ വെള്ളം ഉപയോഗിക്കുക, വേസ്റ്റ് ചെയ്യുക, വെള്ളത്തിനെ വേസ്റ്റ് ചെയ്ത് കളയുക. പിന്നെ കൂടാണ്ട് അഗ്രികൾച്ചറൽ കോമ്പറ്റീഷൻസ്, അതായത് ഇവിടെ ഞാൻ പറഞ്ഞതിൽ കോൺടെസ്റ്റ് എമംഗ് അഗ്രികൾച്ചർ ബിസിനസ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പല വിധത്തിലുള്ള ഇൻഡസ്ട്രികളും, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസ് ബേസ്ഡ്, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി സംബന്ധമായ ബിസിനസ്, അത് കൊണ്ടുവന്ന് അവർ തമ്മിലുള്ള കോമ്പറ്റീഷനിൽ നമ്മൾ ഒരു കൊക്കോകോളന്റെ ഒക്കെ ഒരു കേസ് ഉണ്ടായിരുന്നു പാലക്കാട്ടില്. അപ്പോ കൊക്കോകോളന്റെ ഫാക്ടറി വരുമ്പോഴത്തേക്കും കൊക്കോകോള ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം അവര് കിണറിൽ നിന്ന് എടുക്കുന്നു. ആ വെള്ളം കാരണം അവരുടെ നാടിലുള്ള കിണറുകളിലുള്ള വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. അതാണ് വാട്ടർ കണ്ടന്റ്, വാട്ടർ എന്താ പറയാ, നമ്മള് വാട്ടർ ടേബിൾ എന്ന് പറയും. ആ വാട്ടർ ടേബിൾ പോകുന്നു. പിന്നെ കമ്പനികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന മാലിന്യജലം ഈ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ അതും അവിടെ ഒരു പ്രശ്നമായിട്ട് വരും. ഇതിന്റെ റിസൾട്ട് പരിണാമം ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കുറഞ്ഞു. ഇന്ത്യയിലും കുറഞ്ഞു, പാകിസ്ഥാനിലും 1.2 മില്യൺ ഈച്ച് ഓരോ വർഷവും കുറഞ്ഞു വന്നു. കുടിക്കാൻ പറ്റുന്ന വാട്ടർ, അതായത് കുടിക്കാൻ യോഗ്യമായ വെള്ളം, അതാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആവശ്യം കുറഞ്ഞു വരുന്നു. പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു, അതായത് സിലിണ്ടർ വെൽസ് ഇൻ വേരിയസ് പ്ലേസസ്. സിലിണ്ടർ വെൽസ് ഞാൻ പറഞ്ഞില്ലേ, ഈ കുഴൽ കിണറുകൾ സ്ഥാപിക്കുകയും വെള്ളം ഭൂമിയുടെ ഏറ്റവും അടിയിൽ നിന്ന് വലിച്ചു കൊണ്ടുവരാനുള്ള പ്രോസസ്സ് അവർ ചെയ്തു. പക്ഷെ ഇതിന്റെയൊക്കെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് റെസ്പിറേറ്ററി ഇൽനെസ് ആണ്. റെസ്പിറേറ്ററി എന്നത് ശ്വാസകോശം വഴി വരുന്ന ഇൽനെസ്. ഫാക്ടറികളിൽ നിന്ന് വരുന്ന നമ്മുടെ ഏലൂർ സൈഡിൽ പോയാൽ കാണാം, എല്ലാവർക്കും ഒരുമാതിരി നെഞ്ചില് എഫക്റ്റ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവും. കാരണം അവിടെ ഫാക്ടറീസ് ഉണ്ട്, ആലുവ സൈഡിലൊക്കെ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ അവരുടെ എയർ,
അവരുടെ കാറ്റ് അത്രയ്ക്ക് കണ്ടാമിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മലിനമായിട്ടുണ്ടാവും. ആ മലിന എയർ ശ്വസിക്കുമ്പോൾ അവർക്ക് ചെസ്റ്റ് കൺജഷനുള്ള TB അങ്ങനത്തെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പ്രിൻസിപ്പിൾസ് തന്നെ കൊണ്ടുവരുന്നു. 268 ഡേയ്സ് ഓഫ് ദ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ തന്നെ കൊണ്ടുവരും. അതേമാതിരി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഡൊമസ്റ്റിക് ഗവൺമെന്റും എല്ലാം ചെയ്യണമെന്നുള്ള ഒരു പോളിസി അവര് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും പോളിസി റീഫോംസ്, ഏത് വിധത്തിലാണ് റീഫോംസിനെ, ഡെവലപ്മെന്റിനെ, നമ്മളുടെ പുരോഗതിനെ സ്ഥിരമായി സുസ്ഥിരമായി കൊണ്ടുപോകാൻ പറ്റും, ഏത് പോളിസി കൊണ്ടുവന്നാൽ ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചർ കൃഷി സംബന്ധമായ രാജ്യങ്ങൾ ഈ ഇതിനെപ്പറ്റി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാണ്ടാണ് കൃഷികൾ ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി ചിന്തിക്കണമെങ്കിൽ അവർക്ക് എല്ലാവിധ കോംപ്രിഹെൻഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ പോളിസികൾ കൊണ്ടുവരിക. ഗവൺമെന്റ് ഓരോ പോളിസികൾ കൊണ്ടുവരും. ആ പോളിസി വഴിയും അത് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അവർക്ക് ക്ലാസ് എടുത്തോട്ട് NGOs ക്ലാസ് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ ഇതിനെ നമ്മളുടെ ഗ്രോത്ത് ഉണ്ടാവണം, പക്ഷെ അതേസമയം നമ്മളുടെ പരിതസ്ഥിതി നശിക്കാനും പാടില്ല. അതാണ് മെയിൻ പോയിന്റ് അവിടെ. ഇനി എന്താണ് നാച്ചുറൽ ഡിബേസ്മെന്റ്? ഇവിടെ ജനറൽ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സോയിലില്ല അല്ലെങ്കിൽ മണ്ണിനുണ്ട് അതിന്റെ അംശം, അതിന്റെ pH നോക്കണം, അതിന്റെ എമൗണ്ട് നോക്കണം, അതിന്റെ സോൾട്ട് കണ്ടന്റ് നോക്കണം, അതിന്റെ ക്വാളിറ്റി നോക്കണം, അതേമാതിരി എയറിന്റെ ക്വാളിറ്റി നോക്കണം, എത്രത്തോളം മരങ്ങളുണ്ട്, എത്രത്തോളം ലൈഫ് ഉണ്ട്, എത്രത്തോളം ശ്വാസകോശം പറ്റാത്ത അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി എയർ വരുന്ന ചെടികളുണ്ട്, കാടുണ്ട്, മത്സ്യധാരകളുണ്ട്. ഇതൊക്കെ നോക്കി നാച്ചുറൽ ആയിട്ട് ഒന്ന് പ്യൂരിഫൈ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറും ബെനിഫിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അസുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അസുഖങ്ങൾക്കെല്ലാം ഹെൽത്തിനും ക്ലീൻ ആയിട്ടുള്ള എനർജി വേണം, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വേണം. അപ്പോൾ എക്കോളജിക്കൽ വേരിയബിൾസ് നമ്മൾ കണ്ടുപിടിക്കുകയും 20% സിക്നെസ് കുറയ്ക്കാനായിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കണം. കൂടാതെ ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആ ചാലഞ്ചസിനെ തരണം ചെയ്തുകൊണ്ട് ഈ പോളിസികൾ നമ്മൾ എടുത്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് വരുമ്പോൾ ഇവിടെ എന്താ മിലേനിയം ലെവലില് എക്സിക്യൂഷൻ ആണ്. ഈ ക്ലീൻ ഡെവലപ്മെന്റ്, ക്ലീൻ ആയിട്ടുള്ള വെള്ളം മെക്കാനിസം വഴി ക്ലീൻ വാട്ടർ കൊടുക്കുക, ക്ലീൻ ആയിട്ടുള്ള എയർ കൊടുക്കുക, ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഇതൊക്കെ കിട്ടാനുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഈ മിലേനിയം ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ ആൾക്കാർക്ക് ഈ ജനസംഖ്യക്ക് പ്രോബ്ലംസ് വരാണ്ടിരിക്കുക, വന്നാൽ തന്നെ അത്രത്തോളം കൂടുതൽ ഇഫക്റ്റ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് പോവാണ്ടിരിക്കുക. ഓക്കെ, ഇനി അതിന്റെ റിസൾട്ടും അതിന്റെ റെമഡിയും എന്തായിരിക്കും, അതിന്റെ പരിണാമം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും. ഇൻഡസ്ട്രിയലൈസേഷന് കമ്പനികളുടെ അല്ലെങ്കിൽ ഫാക്ടറികളുടെ തുടക്കം, അതായത് അർബനൈസേഷന്റെ സിറ്റീസ് ഡെവലപ്മെന്റ്. ആ കൃഷിയോഗ്യമായ നഗരങ്ങളിൽ അവിടുത്തെ മനുഷ്യന്മാര്, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രോണപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളായിട്ട് വരുന്നത്? അവർക്ക് അസുഖങ്ങൾ വരുന്നു. അസുഖങ്ങൾ മര്യാദയ്ക്കുള്ള ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ കുടിച്ചിട്ടോ കണ്ടാമിനേറ്റഡ് എയർ അകത്ത് പോയിട്ടോ അവരുടെ അസുഖങ്ങൾ വരുമ്പോൾ, യങ്സ്റ്റേഴ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ 20 വയസ്സും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം തന്നെ പോയി കിട്ടും. അപ്പോൾ ഈ ശുദ്ധവായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കൃഷി സംബന്ധമായ കോമ്പറ്റീഷൻ. കൃഷി സംബന്ധമായ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പല വിധത്തിലുള്ള
അഡൾട്രേഷൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, അതായത് ഒരു പഴത്തിനെയോ അല്ലെങ്കിൽ ഒരു ഫലത്തിനെയോ അതിൻ്റെതായ സമയം അനുസരിച്ച് പഴുത്ത് വരാണ്ട് അതിനെ പുക കയറ്റി പഴുപ്പിക്കുക, കുത്തിവെച്ച് സൈസ് വലുതാക്കുക, കെമിക്കൽ സ്പ്രേ ചെയ്ത് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കുക. ഇതിൻ്റെയൊക്കെ പരിണാമം വരുന്നത് അവനവൻ്റെ അത് കഴിക്കുന്ന മനുഷ്യനായാലും ശരി മൃഗമായാലും ശരി. അപ്പോൾ അങ്ങനെ അത് അനുഭവപ്പെടും. പിന്നെ വേസ്റ്റേജ്, എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ മാറ്റാൻ പറ്റാണ്ടിരിക്കുക, എനോർമസ് ആയിട്ടുള്ള വേസ്റ്റേജ്. നമ്മുടെ ഒരു ദിവസം കോർപ്പറേഷന്റെ ആൾക്കാർ വന്ന് നമ്മളുടെ വീടിന്റെ വാതിക്കെ ഇട്ടിട്ടുള്ള വേസ്റ്റ് കൊണ്ടുപോയില്ലെങ്കിൽ നല്ല സുഖമായിരിക്കും. കാരണം അത്രത്തോളം ഈച്ച പ്രാണികൾ വരും, അതുവഴി അതിന്റെ അത് ക്യാരി ചെയ്ത ഡിസീസും സ്പ്രെഡ് ചെയ്യും. പിന്നെ അത് കൂടുതൽ. അപ്പോ വേസ്റ്റ് മാറ്റി അതിനെ മാലിന്യ ശുദ്ധീകരണം അതും ഗവൺമെന്റ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഗവൺമെന്റ് അവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തിനെ പറ്റി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ അവർ ചെയ്തിരിക്കും. അപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഓരോ കൺട്രിയിലും നോർമലായിട്ട് 0.5 kg സ്ട്രോങ് വേസ്റ്റേജ് ആണ് പെർ ഡേ വരുന്നത്, ക്യാപിറ്റ പെർ ഡേയിൽ വരുന്നത്. ഇത്രത്തോളം മാലിന്യമായിട്ട് ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ടല്ലോ മാലിന്യം ബ്രഹ്മപുരത്ത്. അപ്പൊ ഇത്രത്തോളം മാലിന്യം കിടക്കുമ്പോൾ അതിന്റെ ചുറ്റും താമസിക്കുന്ന ആ പരിസ്ഥിതിയിൽ താമസിക്കുന്നവരുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം അവര് സഫർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഗാർബേജ് ഇഷ്യൂ. ഈ ഗാർബേജ് മര്യാദയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അത് അവിടെ കിടക്കും, പൊല്യൂഷൻ ഉണ്ടാക്കും, ലോഡ് എന്താ പറയാ ഗ്രൗണ്ടിൽ വാട്ടറിൽ കിടക്കും, വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, ചീത്ത വെള്ളം വരും, സ്മെല്ല് വരും, പ്രാണികൾ വരും, അസുഖങ്ങളും പിന്നാലെ വരും. ഇനി ഈ അൺട്രീറ്റ് ചെയ്ത വെള്ളത്തിന്, അതായത് ഈ ഗാർബേജ് എന്ന് പറയുന്ന വെള്ളത്തിന് അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പാൻഡമിക്സ് കൊണ്ടുവരുന്ന ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നില്ല. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇഷ്യൂ ആണ്. ഇതിന് എക്കോളജിക്കലി എത്രത്തോളം ഇവിടെ നമ്മൾ കാണുന്നില്ലേ, കാനയിൽ കൊതുക് കെട്ടിക്കിടക്കുന്നത് മഴക്കാലത്ത് കൊതുക് വരുന്നു, കൊതുക് പലവിധ ഡെങ്കിപ്പനി, ആ പനി ഈ പനി എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരുടെ ഹെൽത്തിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ആരോഗ്യത്തിന് നല്ല വിധത്തിൽ കൊണ്ടുപോകാൻ എത്രത്തോളം ഗവൺമെന്റ് ഇഷ്യൂസ് എടുക്കുന്നു, സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. ഇനി ഇതിലെ സാർക്ക് ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യയിലുള്ള എല്ലാ കൺട്രികളും കൂടെ ചേർന്നാണ് ഒരു സാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊവിഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ബേസിക് ആയിട്ട് അവർ ഉദ്ദേശിച്ചത് ഡാറ്റ കളക്ട് ചെയ്യുക, മണി ഷെയർ ചെയ്യുക, പരസ്പരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അറിവിനെ ഷെയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഹെൽപ്പ് കൊടുക്കുക, ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക. ഈ രാജ്യങ്ങൾ തമ്മിൽ സാർക്ക് സമ്മിറ്റ് എന്ന് പറയും. അവർ ഒരുമിച്ച് കാണുകയും നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കൺട്രികളാണ് സാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവർ ഒരുമിച്ച് എല്ലാ ഗവൺമെന്റിന്റെ തലവന്മാരും ഒരുമിച്ചിരുന്ന് ഈ സാധാരണ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഏത് വിധത്തിൽ നമുക്ക് ഇതിന് സെക്യൂരിറ്റി കൊടുക്കാം, എത്രത്തോളം അതിന് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ എത്രത്തോളം പരസ്പരം സഹായിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ഇതില് ഈ ലേഷ്യനില് സാർക്ക് സമ്മിറ്റിൽ വഴി നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യത്തെ പോയിന്റ് പൊളിറ്റിക്കൽ ഓബ്ലിഗേഷൻ ആണ്. പൊളിറ്റിക്കലി ഗവൺമെന്റിന്റെ ഓബ്ലിഗേഷൻ. എന്തിനുള്ള ഓബ്ലിഗേഷൻ? ഗവൺമെന്റ് എൻവയറമെന്റ് പരിസ്ഥിതിയും പുരോഗതിയും എങ്ങനെ കൊണ്ടുപോകാം. പിന്നെ അതേമാതിരി ഇതിന് വേണ്ട എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അതിനെ കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ പ്രിപ്പറേഷൻ ചെയ്യണം, അതിന്റെ ഫൈനാൻസ് ചെയ്യണം, അതിനെ നടത്തിക്കണം, എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ നടത്തിക്കണം. അപ്പോ ഈ സൗത്ത് ഏഷ്യൻ നേഷൻസ് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടെയും എത്രത്തോളം അവർ ഇഫക്റ്റീവായിട്ട് ഇത് നടത്തിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ ഇനിയും അവര് എഫേർട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അവർ പല വിധത്തിൽ സെക്ഷൻസ് ഉണ്ടാക്കി, മിനിസ്ട്രീസ് ഓഫ് എൻവയറമെന്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള മിനിസ്ട്രികൾ ഉണ്ടാക്കി. നാച്ചുറൽ റിസർച്ച് ആൻഡ് R&D എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് കണ്ടുപിടിക്കുക, റിസർച്ച് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്.
അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഒബ്സർവ് ചെയ്യുക. ഏതെങ്കിലും ഒരു കൺട്രിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക, അപ്രൈസ് ചെയ്യുക, അതിനെപ്പറ്റി പരാമർശിക്കുക, അതിന്റെ എക്കോളജിക്കൽ പാറ്റേൺസ് കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് ആ സിറ്റിയിലോ കൺട്രിയിൽ ആ ലെവലിൽ വന്നത്. കൂടാതെ പാർട്ട്ണർഷിപ്പ് കൊടുത്ത് എക്കണോമിക്കലായാലും ബിസിനസ് ലെവലിലായാലും അവർ ഒരു കൈ സഹായം കൊടുത്ത് അവരെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതും സാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടുതലല്ലാണ്ട് തന്നെ വളരെ കൺസിഡറേഷൻ കൊടുത്ത് ഇംപ്രൂവ്മെന്റ് സിറ്റുവേഷൻ വലുതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കാനും സാർക്ക് സമ്മിറ്റ് വഴി പുരോഗതികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഈ എൻവയറമെന്റൽ മിനിസ്റ്റേഴ്സ് അവരുടെ മീറ്റിംഗ് നടത്തുകയും അവർക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഡിസ്കവറീസ് എന്തൊക്കെയാന്നുള്ളതൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഷെയറിങ് കൂടെ ബെറ്റർ ഷെയറിങ്ങിൽ കൂടെ അവര് മാക്സിമം സാർക്ക് എഫേർട്ട് എടുത്ത് ഇംപ്രൂവ്മെന്റ് ഈ സൗത്ത് ഏഷ്യൻ കൺട്രികളെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് അവര് പ്രൈവറ്റ് ഏരിയ, കോമൺ ഏരിയ ഏതൊക്കെ വിധത്തിലാണോ എഫേർട്സ് ഒരു ഗവൺമെന്റ് അക്കംപ്ലിഷ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് അതിനെയൊക്കെ സാർക്കിന്റെ നേതൃത്വത്തിൽ എൻവയറമെന്റൽ ചേഞ്ചസ് എന്തൊക്കെ ചെയ്യാം, എക്കോളജിക്കൽ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി റീജിയണൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇക്കോളജിക്കൽ ഇഷ്യൂസ് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല, സേഫ് നല്ല കുടിവെള്ളം ഇല്ല, കുട്ടികൾക്കുള്ള നല്ല പോഷകാഹാരങ്ങളില്ല, ഗേൾ ചൈൽഡും അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ആൺ പെൺ കുട്ടികളുടെ വ്യത്യാസമുണ്ട്, സാനിറ്റേഷൻ ഇല്ല. ഈ ഏരിയയിലൊക്കെയാണ് ഇവരെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വിധത്തിൽ എന്തെങ്കിലും എക്വിലിബ്രിയം കൊണ്ടുവരണം എന്നുള്ളതാണ് സാർക്കിന്റെ എഫേർട്ട്. ഇതില് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പരിസ്ഥിതി കണ്ടിന്യൂറ്റി കൊണ്ടുവരുമ്പോൾ 2015 ഒരു വേൾഡ് കമ്മീഷൻ തന്നെ ഉണ്ടാക്കി, പരിസ്ഥിതിയും പുരോഗതിയും, അതാണ് എൻവയറമെന്റ് ഡെവലപ്മെന്റ്. അപ്പോ ഈ മെത്തഡോളജി, സാർക്കിന്റെ നേഷൻസിന്റെ മെത്തഡോളജി ഒരു കാരണവശാലും അസറ്റിനെ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, സ്പെക്കുലേഷൻസ് നടത്താണ്ടിരിക്കുക, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടോ ഇൻഡസ്ട്രിയൽ ആയിട്ടോ ചേഞ്ചസ് വരേണ്ടി വന്നാൽ ആവശ്യം വരുന്ന ഈ ചേഞ്ചസിനെ സ്ട്രാറ്റജി മാറ്റി അതിനെ നേച്ചറിന്റെ പുരോഗതിയുടെ ഒപ്പം ഉപദ്രവിക്കാണ്ട്, ഭൂമി ശാസ്ത്രജ്ഞന്മാരായിട്ട് എല്ലാം ഉപദ്രവിക്കാണ്ട്, പുരോഗതി വേണം പക്ഷെ പരിസ്ഥിതിയെ ഉപദ്രവിക്കാണ്ട് പോകാനുള്ള എല്ലാ ഐഡിയാസും കൊടുക്കുന്നുണ്ട്. ഇനി പൊല്യൂട്ടർ പേസ് എന്നുള്ളത് അതിന്റെ ഒരു സിമ്പിൾ ടേൺ ആണ്. പൊല്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നവൻ, അതാണ് അർത്ഥം. പൊല്യൂട്ടർ പേസ് റൂൾ, ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറഞ്ഞവർ പറഞ്ഞു. അതായത് ഏത് ആൾക്കാരാണോ, അത് നമ്മളുടെ സിംഗപ്പൂരിലുണ്ട്, നമ്മൾ ഡിസ്ട്രോയ് ചെയ്താൽ ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ റോട്ടിൽ ഇട്ടാൽ അവർ ഉടനെ പിന്നാലെ വന്ന് പോലീസ് പിടിക്കും, ഫൈൻ അടിക്കാൻ പറയും. ഇതിപ്പോ ഇവിടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു, ഈ എറണാകുളത്തും ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റ് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡസ്റ്റ്ബിനിൽ ഇട്ടെങ്കിൽ 10,000 രൂപ വരെ ഫൈൻ ഉണ്ട്. ഞാനാണ് നശിപ്പിക്കുന്നത്, അപ്പോ ഞാൻ പൊല്യൂട്ടർ, നശിപ്പിക്കുന്ന ആള് അതിനുള്ള റൂൾ കൊടുക്കുക അല്ലെങ്കിൽ ഫൈൻ അടിക്കുക. ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കുറയും. അതേമാതിരി നമുക്ക് പറയേണ്ടത് സ്ത്രീകൾക്ക് പഠിക്കാൻ കൊടുക്കുക, പഠിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ, അവരുടെ സ്ത്രീ ശക്തിനെ എൻകറേജ് ചെയ്യുക. അതൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ സുഖമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കുടുംബശ്രീയിൽ വഴിയും പല വിധത്തിലുള്ള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി സ്ത്രീകൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കൂട്ടായ്മയിൽ കൂടെ എല്ലാ കൺസിഡറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എമർജൻസി ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ ഇൻഫർമേഷൻ, കറക്റ്റായ ഇൻഫർമേഷൻ, അപ്രോപ്രിയേഷൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ, വളരെ പുതുമയുള്ള ഇന്നോവേഷൻസ് ഉണ്ടാക്കുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരെ സഹായിക്കുക, അതേമാതിരി ബയോളജിക്കൽ ആയിട്ടുള്ളവരെയും സഹായിക്കുക. ഇങ്ങനെ സഹായ സഹകരണങ്ങളോടുകൂടി ഡിമിനിഷ് ചെയ്തിട്ട് കൂടാണ്ട് നമ്മള് ഏതൊക്കെ വിധത്തിൽ നമ്മുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും, ടൈഡൽ വേവ് ഉപയോഗിക്കാം, സോളാർ എനർജി ഉപയോഗിക്കാം, പരിസ്ഥിതിയെ നോവിക്കാണ്ട് നമ്മൾ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റീജിയണൽ ലെവലിലും
കേരളത്തിലെ നമ്മുടെ സൗത്ത് ഏഷ്യയുടെ റീജിയണൽ ലെവലിലും ഈ 3 കാറ്റഗറി ആയിട്ടുള്ള കൊളാബറേഷൻ നടത്തിയിട്ടുണ്ട്. അത് സൗത്ത് ഏഷ്യൻ കോർപ്പറേഷൻ സാർക്ക്, അതാണ് സാർക്ക് എന്ന ഷോർട്ട് എന്ന് പറയുന്നത്. ഈ സൗത്ത് AARC, അതാണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, സാർക്ക്. സൗത്ത് ഏഷ്യ കോപ്പറേറ്റീവ് എൻവയറമെന്റ് പ്രോഗ്രാം SACP, സൗത്ത് ഏഷ്യ റീജിയണൽ സീസ് പ്രോഗ്രാം. സോ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഈ ഏരിയയിൽ സമ്മിറ്റിൽ നടത്തി നമ്മൾ വളരെ കാര്യമായിട്ട് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് കൂട്ടുകയും ആ മീറ്റിംഗ് വഴി 1997 സാർക്ക് സമ്മിറ്റ് എൻവയറമെന്റ് ആക്ഷൻ പ്ലാൻ എടുത്തു. അതില് 2005 ഏഷ്യൻ സുനാമി വന്ന സമയത്ത് പരസ്പരം സഹായ സഹകരണങ്ങളോടുകൂടി ചെയ്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കൊളംബോയിലും അതേമാതിരി സാർക്ക് സമ്മിറ്റ് ബാക്കിയുള്ള സ്ഥലത്തിലും എല്ലാ ഐഡിയസിനും കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഏഷ്യ സീസ് പ്രോഗ്രാമിലും വരുന്നത് എന്താന്ന് വെച്ചാൽ 1982 ഇത് നടത്തി അറേഞ്ച് ചെയ്തു, അസറ്റ്മെന്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നു. ആക്ഷൻ പ്ലാൻ വഴി 95 കൊണ്ടുവന്നത് ലീഡ് ചെയ്ത് കൊടുത്തു, കൺവെൻഷൻസ് നടത്തി, ആക്ഷൻ പ്ലാൻ എടുത്തു, എന്നിട്ട് അവര് മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇതിന്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാർക്ക് സമ്മിറ്റ് നടത്തി കൊണ്ടുവരുന്നുണ്ട്. അവർ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലെസണിൽ നമ്മൾ പോകുമ്പോൾ ഈ സൗത്ത് ഏഷ്യയിലുള്ള ആംഡ് കോൺഫ്ലിക്റ്റ്, അതായത് പരസ്പരം യുദ്ധം, എന്തുകൊണ്ടാണ് ആംഡ് കോൺഫ്ലിക്റ്റ് കൊണ്ടുവരുന്നത്? പോപ്പുലേഷൻ കൂടി, ആൾക്കാർ പിടിച്ചടക്കാൻ തുടങ്ങി. അതേമാതിരി തന്നെ സൗത്ത് ഏഷ്യയിലെ പല റീജിയൻസിലും ഉണ്ട്. ഇതില് കൂടുതലായിട്ട് വരുന്നത് ഈ ലൊക്കേഷനും പൊളിറ്റിക്സും കാരണമാണ്. നമ്മളുടെ സ്ഥലത്തിന്റെ സ്ഥാനം എവിടെയാണോ അവിടെ നെയ്ബറിംഗ് കൂടിൽ വരുന്ന ഡൈവേഴ്സിറ്റീസ് ആണ്, ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പൊ എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസും പിടിച്ചടക്കാനുള്ള ഒരു മോഹം കൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് കൂടുതലാവുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ ഇഷ്യൂ, അതേസമയം ഭാരതം വിഭജിക്കുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരില് ഗവൺമെന്റ് ഇന്ത്യയോടുകൂടി ചേർന്നത് കൊണ്ട് അത് പാകിസ്ഥാൻ അവർക്ക് വേണമെന്നുണ്ടായിരുന്നു, അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവര് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഗ്ലോബൽ ടെററിസം, ഗ്ലോബലായിട്ട് റാഡിക്കലായിട്ട് ഇസ്ലാമിക് മൂവ്മെന്റും അല്ലെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള സമാധാനം ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പോളിസി. സെപ്പറേറ്റിസം, എത്തനിസം, ഇതിലൊക്കെ അകത്തും പുറത്തും ഏഷ്യയിലെ പല കൺട്രികളിലും ഇതുണ്ട്. അഫ്ഗാനിസ്ഥാനിലും വളരെ കൂടുതലുണ്ട്, പാകിസ്ഥാനിലും വളരെ കൊണ്ട്. ഇവര് ടെററിസത്തിനെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അതും USSRും USA രണ്ട് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. അപ്പൊ ഒന്ന് എൻകറേജ് ചെയ്യുമ്പോൾ അടുത്തത് വേറൊന്നിനെ എൻകറേജ് ചെയ്യും. ആംഡ് കോൺഫ്ലിക്ട്സ് ഓരോ ഏരിയയിൽ, ഈ സൗത്ത് ഏഷ്യയിൽ നമുക്ക് ആ കോൺഫ്ലിക്ട്സ് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്, അഡ്വാൻസ്മെന്റ്, ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. ഇതൊക്കെ കാരണങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പരസ്പരം അടി ഉണ്ടാകാനുള്ള കാരണങ്ങൾ വരുന്നത്. ഇനി റീസൺസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. വേൾഡ് വാർ കഴിഞ്ഞ ശേഷം സ്ട്രക്ചറൽ ലെവലിൽ വ്യത്യാസം വന്നു, ഐഡിയോളജി വ്യത്യാസം വന്നു, പിന്നെ ഗ്ലോബലൈസേഷൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടെക്നോളജി ഇംപ്രൂവ് ആയി, ട്രേഡ് ഇംപ്രൂവ് ആയി, ക്രിയേറ്റിവിറ്റി കുറഞ്ഞു. മൂന്നാമതായിട്ട് ഗ്ലോബൽ സെക്യൂരിറ്റി കുറയാൻ തുടങ്ങി. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അവര് പരസ്പര ധാരണയിൽ അടി തുടങ്ങി. നാലാമതായിട്ട് മിലിറ്ററി ഉപയോഗിച്ചിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഉണ്ടാക്കി, സയൻസിന്റെ ഡെവലപ്മെന്റ് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാരണങ്ങൾ. ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മളുടെ ഇന്റേണൽ ആയിട്ട് നമ്മളുടെ ലോ ലെവലിലുള്ള ഫൈറ്റ്, റിലീജിയസ് വാർ ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം മതത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ വെച്ച് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇനി ആംഡ് കോൺഫ്ലിക്ട്സ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈറ്റ്. 47 ഇന്ത്യ 2 നേഷൻ തിയറി കൊണ്ടുവന്നു. അതിൽ 2 നേഷൻ തിയറിയിൽ നമ്മള് കാശ്മീർ അവിടെ പോയി, പാകിസ്ഥാൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഉടനെ തന്നെ അത് ഇന്ത്യ അറ്റാക്ക് ചെയ്തു. പിന്നെ അവസാനം അതിനൊരു സമാധാനം ഉണ്ടാക്കി. പക്ഷെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രിൻസ്ലി സ്റ്റേറ്റില് രാജാവിന്റെ ഭരണമുള്ള രാജ്യം,
അവരോട് രാജ്യം ഭരണാധികാരികൾ ചോദിക്കുന്നു, നിങ്ങൾ പാകിസ്ഥാന്റെ കൂടെ പോകുന്നോ ഇന്ത്യയുടെ കൂടെ പോകുന്നോ? ആ സമയത്തുള്ള രാജാവ് ഇന്ത്യൻ ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ ഭാഗത്ത് വന്നത്, അല്ലെങ്കിൽ അത് പാകിസ്ഥാനിൽ പോയിരുന്നേനെ. പക്ഷേ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് വന്നപ്പോൾ അതിന് ഈ മെർജൽ പാകിസ്ഥാൻ ഇഷ്ടപ്പെട്ടില്ല. അവർ ഉടനെ തന്നെ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്തിട്ട് ഈ അറ്റാക്കിനെ കുറച്ച് കഴിഞ്ഞിട്ട് മിലിറ്ററി അസിസ്റ്റൻസ് കൊണ്ടും അവര് ഒരു സീസ് ഫയർ ഉണ്ടാക്കാണ്, സമാധാനം ഉണ്ടാക്കാണ് UN-ല്. പക്ഷെ ഒരു ബോർഡർ ഓഫ് ലൈൻ, സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ലൈൻ ഉണ്ട്, LOC, ലൈൻ ഓഫ് കൺട്രോൾ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ ഇപ്പോഴും അത് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അവർക്കത് വേണം, അവർക്ക് ആ കൺട്രി അവരുടെ രാജ്യത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ താണ്ടി അവർ വരുന്നത്. ഇതിന് ഓപ്പറേഷൻ ഗിരിബൽട്ടാർ ഇതെന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡറിൽ നമ്മൾ ഈ സൊല്യൂഷൻ കൊടുത്തിട്ടും അവർ പിന്നെയും നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് കൊടുത്തു. അപ്പോൾ ഒരു മിലിറ്ററി സൊല്യൂഷൻ എടുക്കേണ്ടി വന്നു. 1962 ചൈന അറ്റാക്ക് ചെയ്തു. അപ്പോഴത്തേക്കും കോൾഡ് വാർ ഡൈനാമിക്സ് ആയിട്ട് നമ്മൾ പാകിസ്ഥാൻ ഒന്ന് പ്രൊമോഷൻ കൊടുത്തു അഗ്രഷന്. 1965 അവരൊരു സപ്പോർട്ടും കൊടുത്തു. 65 പാകിസ്ഥാനി സോൾജിയേഴ്സ് നമ്മുടെ LOC ക്രോസ് ചെയ്ത് അകത്തേക്ക് വരികയും ഇതിനെ അടിച്ചമർത്തേണ്ടി എഗെയിൻസ്റ്റ് നമ്മളുടെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പോകുന്നില്ല. നമ്മളും തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവസാനം 23-ാം തീയതി സെപ്റ്റംബർ 65 ഒരു UN-ന്റെ എഫേർട്ട്, താഷ്കണ്ട് ഡിക്ലറേഷൻ സൈൻ ചെയ്യാനായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി പോയി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത്. പാകിസ്ഥാൻ വാർ, 3ാമത്തെ വാർ, പാകിസ്ഥാനാണ് വെറുതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണം വരുന്നത് ബംഗാളി ലാംഗ്വേജിന്റെയും അവരുടെ ഇന്റേണൽ പ്രോബ്ലംസ് ആണിത്. അതവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ ഡെവലപ്പ് ആവുന്നു. അവിടെ 1971 അസാമി ലീഗ് ഡെവലപ്പ് ആവുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ ഫോർമേഷൻ വരുന്നു. ഫോർമേഷൻ ഓഫ് പാകിസ്ഥാനില് ഇതിൽ വളരെ ക്രാക്ക് ഡൗൺ ഉണ്ട്. ഈ പാകിസ്ഥാനീസ് ഇന്ത്യയിലേക്ക് ഓടി വരികയും അല്ലെങ്കിൽ മാറി വരികയും അവരുടെ വാർ കണ്ടിന്യൂ ചെയ്യുന്നു. 1971 പാകിസ്ഥാനി ട്രൂപ്പ്, അതിന്റെ കൂടെ പരിണാമമായിട്ട് ക്രിയേഷൻ ഓഫ് ബംഗ്ലാദേശ് വരുന്നു. അത് ബംഗ്ലാദേശ് വന്ന ശേഷം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. കാർഗിൽ വാർ, ഓപ്പറേഷൻ നേവി വിജയ് എന്ന് പറയാതിന്. കാർഗിൽ വാർ നടന്നത് 1999 ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതിൽ ആർമി, ഇന്ത്യൻ എയർഫോഴ്സും കൂടെ ചേർന്ന് നമ്മൾ അതിനെ സമാധാനപരമായിട്ട് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോപ്പേജ് കൊണ്ടുവരികയാണ്. ഇന്റേണൽ ആംഡ് കോൺഫ്ലിക്ട്സ് വളരെ വന്നിട്ടുണ്ട്. ഈ കോൺഫ്ലിക്ട്സ്, എത്നിക് കോൺഫ്ലിക്ട്സ് ഇന്ത്യയിലും പാകിസ്ഥാനിലും, മാവോയിസ്റ്റ് നക്സലൈറ്റ് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുകൂടാണ്ട് 42 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ബാൻ ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കാരണം ഇവരുടെ എൻഗേജ്മെന്റ്സ് സപ്പോർട്ടിങ് ആംഡ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റിന് നമ്മൾ ബാൻ ചെയ്തിരുന്നു. ഡാറ്റ, ഈ ഡാറ്റയിൽ പറയുന്ന വെച്ചാൽ 2020 45,000 ആൾക്കാര്, 13,094 സിവിലിയൻസ്, വലിയ കാഷ്വാലിറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബാൻ ചെയ്ത് വരുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ ഇഷ്യൂ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ ഇഷ്യൂ തന്നെയാണിത്. ഈ ഇഷ്യൂല് ഇലക്ട്രൽ കോളേജ് കൊണ്ടിരിക്കുകയും പാൽ പ്രാക്ടീസ് കൊണ്ടുവരികയും അതിനെ കറപ്ഷന് നിർത്താനും ആംഡ് ഫ്ലോഴ്സ് കൊണ്ടുവന്നു. നമ്മള് ഇന്ത്യൻ ഗവൺമെന്റ് സോവിയറ്റ് യൂണിയൻ ഇൻവേഷൻ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനില്. അപ്പൊ അഫ്ഗാനിസ്ഥാനും അടുത്ത ഒരു സ്റ്റേറ്റും പ്രശ്നം വരുമ്പോഴത്തേക്കും US സപ്പോർട്ട് ചെയ്യണേ. ഗോലാൽ ജിഹാദി എന്ന് പറഞ്ഞാൽ അവര് മുസ്ലിംസ് ട്രെയിൻ ചെയ്യാണ് ആൾക്കാരെ മദ്രസയില്, അതായത് മദ്രസ സ്കൂളില്. അവർ ചെയ്തിട്ട് അവർ ടെററിസത്തിന് മനസ്സിൽ ജിഹാദ് പറയുമ്പോഴത്തേക്കും ഉദ്ദേശം തന്നെ എന്റെ ജീവൻ നാടിന് വേണ്ടി അർപ്പിക്കുക, അങ്ങനെ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ ഈ ജിഹാദി കൊണ്ടുവന്ന് ഗ്ലോബലായിട്ട് അതിന്റെ പരിണാമമാണ് നമ്മൾ സെപ്റ്റംബർ 11 അമേരിക്കയിലുള്ള WTC അറ്റാക്ക് വന്നത്. ഈ മേജർ ഇന്റർനാഷണൽ സ്റ്റേറ്റ്സ് ലക്കോഷ്യർ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തെടുത്ത പാകിസ്ഥാൻ എക്സ്ട്രീമായിട്ട് ഈ ടെററിസം എൻകറേജ് ചെയ്ത് വരികയാണ്.
ഇത് LTT ഇതിൽ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ലൈൻ ഓഫ് ടെററിസം ഇതിന് നിർത്തി കൊണ്ടുവന്നിരുന്നെങ്കിൽ പുതിയ പുതിയ ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അത് അവർ ഡെവലപ്പായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താലിബാൻ അൽ ഖൈദ ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയും അവര് പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലിങ്കേജ്, താലിബാൻ അൽ ഖൈദ ലിങ്കേജ് കാരണമാണ് നമ്മൾ വളരെ കൂടുതലായിട്ടുള്ള മൾട്ടിപ്പിൾ അറ്റാക്സ് പല സ്ഥലത്തും അവര് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടെ പാകിസ്ഥാനിൽ ജെം എന്ന് പറഞ്ഞ വേറൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടായി. അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ ഇന്ത്യൻ എയർലൈൻസ് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോയി 1999. അതിനുശേഷം അത് പാർലമെന്റ് അറ്റാക്ക്, 2001 ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക്, ലേറ്റസ്റ്റ് ആയിട്ട് പുൽവാന 2019. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്ലോബൽ ജിഹാദി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അൽ ഖൈദ. HM ഇത് വേറൊരു ഓർഗനൈസേഷനാണ് മുസറാബാദില്. ഇതിലും കാശ്മീരും ജമ്മു കാശ്മീരാണ് എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ള ജിഹാദിനെ എൻകറേജ് ചെയ്തുകൊണ്ട് വന്നത്. ഈ ടെററിസ്റ്റ് ഓപ്പറേഷൻസ് മുഴുവനും അവർ കൊണ്ടുവരുന്നത്, എൻലാർജ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിനാ വെച്ചാൽ അവർക്ക് അത് അവരുടെ കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ ആ ഭാഗം അവരുടേതായിട്ട് വേണം. ടൂറിസമാണ്. അവര് ഡാൽ ലേക്കിൽ കിടക്കുന്ന എന്താ പറയാ ബോട്ടിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന് ഭയങ്കര ടൂറിസമാണ്. ആ ടൂറിസം അട്രാക്ഷൻ ആണ് ഈ തരത്തിലുള്ള ടെററിസ്റ്റ് ഇൻസിഡൻസിനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക, വേറെ ഒന്നുമില്ല. പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ടെന്നുള്ള ഒരു സ്ട്രൈക്കിനാണ് 16 പെട്ടെന്നൊരു ആർമി ബേസിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആൾക്കാർ ഇവിടെ നമുക്ക് ട്രബിൾ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളും അങ്ങോട്ട് എയർ സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു 19 അപ്പോൾ പാകിസ്ഥാനിലും ഈ മാതിരി എയർഫോഴ്സിന്റെ നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സ് വേഗം തന്നെ അറ്റാക്ക് ചെയ്തും അവരെ അവന്തിപുര പുൽവാന ഡിസ്ട്രിക്റ്റില് 42 CRP ആൾക്കാരാണ് മരണപ്പെട്ടത്. അതിനെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇന്ത്യക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം അവരുടെ അറ്റാക്ക് ഇന്ത്യൻ ട്രൂപ്പിന്റെ മേലെ പെട്ടെന്നുള്ള അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഫേം ഡിസിഷൻസ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഇത് കൂടാണ്ട് ആംഡ് കോൺഫ്ലിക്ട് ബൈ മാവോയിസ്റ്റ് കൺട്രി. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസിന്റെ മാവോ സേതുങ്ങിന്റെ ഐഡിയ പ്രകാരം അവരുടെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിറ്റ്സ് ആണ്, ഗറില്ല വാർഫെയർ. അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ നക്സലൈറ്റ് ഐഡിയകളാണ്. ആ നക്സലൈറ്റ് തോട്ട്സും അത് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് അവര് ഇങ്ങനെ പതുക്കെ ചൈനയും ഇന്ത്യനെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നക്സൽബാരി ഏരിയ വെസ്റ്റ് ബംഗാള്, ഈവൻ ഇൻ ആന്ധ്രാപ്രദേശിലുണ്ട് നക്സൽബാരി ഏരിയകൾ. അപ്പോൾ ഇവര് പതുക്കെ ഓരോ ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യന്റെ പീസ് ആൻഡ് പ്രോസ്പെറിറ്റീനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മാവോയിസ്റ്റ് ഫോർമേഷൻ എന്ന് വെച്ചാൽ മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടായത് തന്നെ ചൈനയിലാണ്. അതിനുശേഷം അവര് 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് 220 ഡിസ്ട്രിക്ട്സും 13 സ്റ്റേറ്റ്സിലും. ഇത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ അവരുടെ പ്രസൻസ് ഉണ്ട്. മാവോയിസ്റ്റ് ആൾക്കാർ പേപ്പർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് രാത്രി വന്ന് അറ്റാക്ക് ചെയ്യുക. 2000-ലും 2000-ലും 2020-ലും ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആൾക്കാരെ പിടിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുക, സിവിലിയൻസിനെ കൊല്ലുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊല്ലുക എന്നൊക്കെയാണ് അവരുടെ മാവോയിസ്റ്റിന്റെ ഒരു ടെക്നിക്സ് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. കോൺഫ്ലിക്ട്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, അതായത് ഇന്ത്യയുടെ കിഴക്ക് വശത്ത് കിടക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, കിഴക്കും അതേമാതിരി ഈസ്റ്റേൺ സൈഡ്സിലും വരുന്നത് ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഇതെല്ലാം ഹില്ലി ഏരിയാസ് ആണ്. അപ്പൊ ഹില്ലി ഏരിയാസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കൂടെയും അവരുടെ ഷെഡ്യൂൾ കാസ്റ്റ് കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് അധികം പഠിപ്പില്ല, പല കാരണങ്ങൾ കൊണ്ടും അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാര്യങ്ങൾ എത്തനിക് ഗ്രൂപ്പ്സ് ആണ്, പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ആണ്. ഇതിൽ മൾട്ടിപ്പിൾ ഇൻസർജൻസീസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ ചോദിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണം.
ലൈക്ക് ശ്രീലങ്കയില് തമിഴെല്ലാം ചോദിച്ച മാതിരി ഇവിടെയും നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്ഹുഡ് ആണ് ചോദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വരുമ്പോൾ ഈ ക്ലാഷസ് വരുന്നതും ഈ ക്ലാഷസ് ഒക്കെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഫാക്ടേഴ്സിന്റെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ട്രെൻഡ്, ഈ ട്രെൻഡ് എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മിസോറം വളരെ ഫ്രീ ആയിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട് അവര്. അതേമാതിരി തന്നെ ത്രിപുര വെരി ഇഫക്റ്റീവ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷെ ഈ ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. തമിഴ് എല്ലാത്തിൽ ചോദിച്ചിരുന്ന മാതിരി അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമുണ്ട്. അങ്ങനെ പിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും ഭാഗിച്ച് കൊടുക്കേണ്ടി വരും. ആസാം ചോദിക്കുന്നുണ്ട്, മണിപ്പൂർ ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ പീസിനെ ഡിസ്റ്റർബ് ചെയ്ത് പോകുന്നത്. മണിപ്പൂരിലും വളരെ ആംഡ് ഗ്രൂപ്പ് ഉണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഈ 13 ആക്റ്റീവ് ഗ്രൂപ്പ്സും 2 ഗ്രൂപ്പ്സും തമ്മിലുള്ള അടിപിടി അല്ലെങ്കിൽ ഈ ഡെത്ത് ടോള് പരസ്പരം ഒളിപ്പോര് ചെയ്ത് ഉപദ്രവിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കില്ലിങ്സ് കൂടുതലാവും. അപ്പൊ നമ്മളുടെ ഇന്ത്യയുടെ ഡിസ്റ്റർബൻസും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ കൂടിയും അടിപിടി നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നാഗാ പീസ് പ്രോസസ് ഇവിടെ നാഗാലാൻഡില് ഇവിടെ ഈ ഏരിയയിലെ നാഗാ പീസ് പ്രോസസ്സ് നമ്മൾ ട്രൈ ചെയ്തെങ്കിൽ കൂടെയും 1997 2001 ഗവൺമെന്റ് പല വിധത്തിലുള്ള ആക്ഷൻസ് എടുത്തു ഇതിനെയൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2015 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഫ്രെയിം ട്രീറ്റ്മെന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ സോൾവ് ചെയ്ത് നമ്മൾ പീസ് പ്രോസസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതില് പാകിസ്ഥാനിലെ ഇതേമാതിരി തന്നെ സെൻട്രൽ ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയും സംബന്ധിച്ച് പരസ്പരം ചുറ്റിക്കിടക്കുന്നതുകൊണ്ട് ഈ ആംഡ് കോൺഫ്ലിക്ട്സ് അവിടെയും പാകിസ്ഥാനി ഗവൺമെന്റിലും സ്പില്ലാവുന്നുണ്ട്. അതേമാതിരി അവരെടുക്കുന്ന സ്ട്രാറ്റജി ഒന്നും ശരിയാകാത്തത് കൊണ്ടും അവരുടെ കൺട്രികളിലുള്ള അകത്തുള്ള പ്രശ്നങ്ങൾ കാരണവും ഈ കോൺഫറൻസ് ഇവരുടെ ഈ ടെററിസം കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടാസ്ക് ഫോഴ്സിനെ 2018 നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. പിന്നെ തെഹരി താലിബാൻ പാകിസ്ഥാൻ, ഇത് വേറൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവിടെ ഓർഗനൈസേഷൻ അവര് 2007 ഉണ്ടാക്കുന്നു. ഒബ്ജക്റ്റീവ് എന്താ? ഇസ്ലാമിക് കലിഫേറ്റ്, ഇസ്ലാമിക് മതമുള്ള ഒരു പാകിസ്ഥാൻ. അങ്ങനെ തന്നെ ഷിരിയാലോ പാകിസ്ഥാൻ ഭരണം അഫ്ഗാനിസ്ഥാനും ഇതേമാതിരി തന്നെ കൊണ്ടുവരുന്നുണ്ട് ഈ ഇസ്ലാമിക് മതത്തിന് എടുത്തിട്ടുള്ള ഉപയോഗം. പിന്നെ ബലൂചിസ്ഥാനിൽ വരുമ്പോഴത്തേക്കും ബംഗ്ലാദേശില് അവരും ഇതേമാതിരി സിയാക്കുള്ള ഒരു ട്രീറ്റ് സൈൻ ചെയ്യുന്നു മിസൈൽസിന്റെ കൂടെ. അതിനുശേഷം ആ ട്രീറ്റി ബ്രോക്കൺ ചെയ്ത് വളരെ കാര്യമായിട്ട് പർവീസ് മുഷറഫ് അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം അവര് ബലൂചിസ്ഥാൻ ഒരു ഇൻഡിപെൻഡൻസ് ആക്കി ബേറ്റർ ബലൂചിസ്ഥാനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതേമാതിരി തന്നെ അഫ്ഗാനിസ്ഥാനിലും കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് കാരണം 2019 പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായി, കാഷ്വാലിറ്റീസ് ഉണ്ടായി, ഫിസിക്കൽ ടെറൈൻ കാരണമുണ്ട്. ഇതൊക്കെ കണ്ടും അവര് തന്നെ ഈ നിക്നെയിം തന്നെ അഫ്ഗാനിസ്ഥാനെ ഗ്രേവ് യാർഡ് ഓഫ് എംപയർസ് എന്നാണ്. അപ്പോൾ മേജർ കൺക്ലൂഷൻസ് പറഞ്ഞ ആംഡ് ഫോഴ്സസ് നേപ്പാളിലും ഇതേമാതിരി തന്നെ ചെറിയ മാവോയിസ്റ്റ് അറ്റാക്കും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് അറ്റാക്ക് ചെയ്യുക. സിസ്റ്റം മൊണാർക്കിനെ മാറ്റി അവര് ഡിമാൻഡ് ചെയ്യുന്നത് ഡെമോക്രസിയാണ്. മൾട്ടിപ്പിൾ പാർട്ടി കൊണ്ടുവന്നു. ആ മൾട്ടിപ്പിൾ പാർട്ടി പ്രാക്ടീസ് ചെയ്യുന്നപ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രാജാവ് ഉണ്ടാകും. ലൈക്ക് ബ്രിട്ടീഷിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, രാജാവോ അല്ലെങ്കിൽ റാണിയോ ഉണ്ടാവും, പക്ഷെ പവർ മുഴുവനും പാർലമെന്റിനായിരിക്കും. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുക. അതായത് പ്രൈം മിനിസ്റ്ററോ ആയിരിക്കും റൂൾ ചെയ്യുക ഗവൺമെന്റിനെ, പക്ഷെ മൊണാർക്ക് എന്ന് പറയുന്ന ക്വീൻ ഓർ കിങ് അവർക്ക് ആ മൊണാർക്കിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാത്തതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. അത് ഇവിടെ നേപ്പാളിലും കൊണ്ടുവന്നിരുന്നു. ഈ നേപ്പാളില് അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രാരംഭ കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില് ഞാൻ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഈ എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാ നാട്ടില് ഗ്ലോബലായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ നാട്ടിലും ഈ പ്രശ്നങ്ങൾ ഓരോരോ ചെറിയ കാര്യങ്ങളിനെ ഊതിപ്പെരുപ്പിച്ച് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്
അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് ഉണ്ടാക്കുക. അതുകൊണ്ട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വാർ നടത്തുക. ആ വാറിനെ അങ്ങനെ ഒരു വാർ വരുമ്പോൾ അത് കോസ്റ്റ്ലി അഫെയർ ആവും. അത് മാത്രമല്ല ജനസമ്മതിയും പ്രശ്നം വരും, ട്രേഡിന് എഫക്റ്റ് ആവും, ഇക്കണോമിക്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് USSRന്റെ അറ്റാക്ക് കണ്ടിട്ടുണ്ട് യുക്രൈനിൽ. അപ്പോൾ ഇങ്ങനത്തെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന്റെ പുരോഗതിനെ സ്റ്റോപ്പ് ചെയ്യും. അത് നമ്മൾ നിർത്താണ്ടിരിക്കാൻ വേണ്ട വിധത്തിൽ നമ്മൾ ശ്രമിക്കണം. ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ആയാലും പരസ്പരം ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആയാലും എത്രത്തോളം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഗവൺമെന്റ് ആയാലും ശരി, അവിടുത്തെ ജനതയായാലും ശരി, അവിടുത്തെ സമൂഹമായാലും ശരി, അവിടുത്തെ പരിതസ്ഥിതി ആയാലും ശരി, പരിതസ്ഥിതിനെയും ഓരോ വാറൊക്കെ വരുമ്പോഴത്തേക്കും എത്ര ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പരിതസ്ഥിതി, ആ ബോംബ് ബ്ലാസ്റ്റിലൊക്കെ വരുമ്പോൾ എത്രത്തോളം കെമിക്കൽസ് ആണ് വരിക. അത് ഫ്യൂച്ചറിലും അവരുടെ പരിതസ്ഥിതിനെയും നശിപ്പിക്കും, അവരുടെ ജനതയെയും നശിപ്പിക്കും. ഇതെല്ലാം ഇല്ലാണ്ട് ഒരു സമാധാനപരമായിട്ട് ജീവിക്കണം. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നന്ദി, നമസ്കാരം.